അടുത്ത 10 വർഷത്തിനകം ഇന്ത്യയിൽ ഒരു സിംഗപ്പൂർ. ഇതാണ് അദാനിയും അംബാനിയും ലക്ഷ്യമിടുന്നത്. 1.25 ലക്ഷം കോടി മുടക്കി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ സിംഗപ്പൂർ ഉയരുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വൻ നിക്ഷേപ വാഗ്ദാനവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരും വ്യവസായ പ്രമുഖരുമായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും. മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് 75,000 കോടി രൂപ 5 വർഷത്തിനകം നിക്ഷേപിക്കും എന്ന് വ്യക്തമാക്കിയപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ വാഗ്ദാനം 50,000 കോടി രൂപയാണ്. ഭാരത് മണ്ഡപത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നുമായി നടക്കുന്ന റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി 2025 രണ്ടുപേരുടെയും പ്രഖ്യാപനം. ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. കഴിഞ്ഞ 4 ദശാബ്ദത്തിനിടെ റിലയൻസ് 30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയത് എന്ന് സൂചിപ്പിച്ച മുകേഷ് അംബാനി ഈ സംസ്ഥാനങ്ങൾ സമീപ ഭാവിയിൽ സിംഗപ്പൂർ പോലെ വികസിതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. മുൻകാല നിക്ഷേപത്തിന്റെ ഇരട്ടിയിൽ ഏറെയാണ് ഇനി നിക്ഷേപിക്കാൻ പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 4.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും വിധമായിരിക്കും റിലയൻസിന്റെ നിക്ഷേപ പദ്ധതികൾ. 25 ലക്ഷത്തോളം പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ ലഭിക്കും. നിലവിൽ റിലയൻസ് ജിയോയ്ക്ക് ഈ മേഖലയിൽ 50 ലക്ഷത്തോളം 5G വരിക്കാരുണ്ട്. 1 വർഷത്തിനകം ഇത് ഇരട്ടിയാകും. മേഖലയിലെ സ്കൂൾ, കോളേജ്, ആശുപത്രി സംരംഭങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലെല്ലാം നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനവും ഉറപ്പാക്കും. ജർമ്മൻ കമ്പനിക്കായി ആയുധങ്ങൾ നിർമ്മിക്കാനായി അനിൽ അംബാനിയുടെ കമ്പനി മഹാരാഷ്ട്രയിൽ വരുന്നത് വമ്പൻ ഫാക്ടറി. കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് റിലയൻസ് റീറ്റെയിലും 350 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ച റിലയൻസ് എനർജിയും മേഖലയ്ക്ക് പിന്തുണ നൽകും. മേഖലയിൽ MFFG ഫാക്ടറികളും ആരംഭിക്കും. റിലയൻസ് ഫൗണ്ടേഷൻ ആരോഗ്യ കായിക മേഖലയുടെ ഉന്നമനത്തിനും പിന്തുണ നൽകുമെന്ന് മുകേഷ് അംബാനി പറഞ്ഞു. മണിപ്പൂരിൽ 150 കിടക്കകളുള്ള ക്യാൻസർ ആശുപത്രി സ്ഥാപിക്കും. കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ഒളിമ്പിക് ട്രെയിനിംഗ് സെന്ററുകളും തുടങ്ങും. അടുത്ത 10 വർഷത്തിനകമാണ് അദാനി ഗ്രൂപ്പ് 50,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ നടപ്പാക്കുക. വളർച്ചയ്ക്ക് മികച്ച സാധ്യതകൾ ഉള്ളതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പറഞ്ഞു. അസമിൽ 50,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു. ഇതിനു പുറമെയാണ് പുതിയ വാഗ്ദാനം. അടിസ്ഥാന സൗകര്യം, ലോജിസ്റ്റിക്സ്, ഊർജ്ജം, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നീ മേഖലകളിലായിരിക്കും പ്രധാനമായും അദാനി ഗ്രൂപ്പിന്റെ നിക്ഷേപം. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം ആകർഷിക്കാനായി കേന്ദ്ര വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കൃഷി, ഭക്ഷ്യ സംസ്കരണം, വസ്ത്രം, കരകൗശലം, വിനോദം, കായികം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യ സംരക്ഷണം, ITEAS, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഊർജ്ജം, അടിസ്ഥാന സൗകര്യം, ലോജിസ്റ്റിക്സ് മേഖലകൾക്കാണ് ഉച്ചകോടിയിൽ ഊന്നൽ. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഓരോ പ്രകോപനത്തിനും മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ സൈനികർ കൃത്യതയോടെയും കരുത്തോടെയും മറുപടി നൽകി. ഭീകരതയ്ക്ക് മുൻപിൽ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മുടെ മണ്ണിലോ നമ്മുടെ ജനങ്ങൾക്കോ നേരെ ഉയരുന്ന ആക്രമണങ്ങളെ ഇനി സഹിക്കാൻ പോകുന്നില്ല. നമുക്ക് നേരെ ഉയരുന്ന ഓരോ ഭീഷണിക്കുമെതിരെ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയും ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചുകൊണ്ട് അംബാനി ഈ സമ്മേളനത്തിൽ സംസാരിക്കുകയുമുണ്ടായി. എന്തായാലും അംബാനിയുടെയും അദാനിയുടെയും ഈ തീരുമാനം വലിയ ഒരു നേട്ടമാണ് രാജ്യത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.